മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ബാലചന്ദ്രന്റെ മുഖത്ത് മുൻപെങ്ങുമില്ലാത്ത ഒരു തെളിച്ചം കാണാമായിരുന്നു. വർഷങ്ങളായി മനസ്സിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഭാരങ്ങൾ ഇറക്കി വെച്ചതുപോലെയുള്ള ഒരാശ്വാസം. അയാൾ അലീനയെ സ്നേഹപൂർവ്വം നോക്കി. മോളെ, എന്റെ പഴയ സ്വഭാവമല്ല ഇപ്പോൾ എനിക്കുള്ളത്. നിന്നെ എനിക്കൊരു മകളായി കിട്ടിയ നിമിഷം മുതൽ എന്നിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്റെ മുൻകോപവും വാശിയും എല്ലാം മാറി. ഞാനിപ്പോൾ ശാന്തനായിരിക്കുന്നു. ബാലചന്ദ്രന്റെ ഈ വാക്കുകൾ അലീനയുടെ ഹൃദയത്തിലാണ് ചെന്ന് തൊട്ടത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇടറിയ ശബ്ദത്തോടെ അവൾ പറഞ്ഞു, ഇത്രയും കാലം എനിക്ക് അച്ഛ എന്ന് വിളിക്കാൻ ആരുമില്ലായിരുന്നു. ഓർഫണേജിലെ ഏകാന്തയിൽ സ്കൂളിലെ കൂട്ടുകാർ അവരുടെ അച്ഛനമ്മമാരെ വായ് തോരാതെ സംസാരിക്കുമ്പോൾ ഞാൻ മാറി നിന്ന് കരയുമായിരുന്നു. അപ്പോഴൊക്കെ ബ്രിജിത്ത അമ്മമ്മ വന്ന് എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. സാരമില്ല മോളെ, നിനക്കൊരു അച്ഛനെയും അമ്മയെയും കിട്ടുമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇത്ര വേഗത്തിൽ ഇങ്ങനൊരു രൂപത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവളുടെ വാക്കുകൾ ബാലചന്ദ്രന്റെ ഉള്ളുലച്ചു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. സ്വന്തം മകൾ പോലും തനിക്ക് നൽകാത്ത സ്നേഹവും ബഹുമാനവും ഈ പെൺകുട്ടി നൽകുന്നത് കണ്ടപ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞു. ഇനി നീ ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല. ഇനി ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ ഞാൻ ബാലചന്ദ്രന്റെ സ്വന്തം മകളാണ് അലീന എന്ന്. എന്റെ സ്വന്തം മകൾ. രോഹിത്തും ബബിതയും അച്ഛന്റെ സ്നേഹത്തിനു മുന്നിൽ വിലയം കൽപ്പിക്കാത്തവരാണ്. എന്നാൽ നീ ഒരു അച്ഛന്റെ സ്നേഹത്തിനു വേണ്ടി എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. രക്തബന്ധത്തേക്കാൾ വലുതാണ് മോളെ സ്നേഹബന്ധം. തന്റെ സ്വത്തിലും സ്നേഹത്തിലും മറ്റു മക്കളെപ്പോലെ തന്നെ നിനക്കും അവകാശമുണ്ടാവും. നിന്നെ ഞാൻ എന്റെ ദത്തുപുത്രിയായിട്ടല്ല, സ്വന്തം മകളായിട്ട് തന്നെയാണ് കാണുന്നത്. ബാലചന്ദ്രന്റെ ആ ഉറപ്പ് അലീനയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. വൈജയന്തിയുടെയും മക്കളുടെയും അവഗണനകൾക്കിടയിലും തന്നെ ചേർത്ത് പിടിക്കാൻ ഒരു അച്ഛനുണ്ടെന്ന തിരിച്ചറിവ് അവൾക്ക് പുതിയൊരു കരുത്ത് നൽകി. അലീനയുമായുള്ള സംഭാഷണത്തിന് ശേഷം മനസ്സ് നിറഞ്ഞാണ് ബാലചന്ദ്രൻ ഇരുന്നത്. അപ്പോഴാണ് മനുശങ്കറിന്റെ ഫോണ് വന്നത്. ഡ്യൂട്ടിക്കിടയിലുള്ള ഇടവേളയിലാണ് മനു വിളിക്കുന്നത്. വിശേഷങ്ങൾക്കിടയിൽ വീട്ടിലെ പുതിയ സംഭവങ്ങളെക്കുറിച്ച് താൻ അറിഞ്ഞുവെന്ന് മനു പറഞ്ഞു. അല്ല അങ്കിളെ, അങ്കിൾ അലീനയെ ദത്തെടുത്തു എന്നൊക്കെ കേട്ടല്ലോ, മനു ചോദിച്ചു. ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി. ദത്തെടുത്തു എന്നല്ലടാ പറയേണ്ടത്, അവൾ എൻ്റെ സ്വന്തം മകൾ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവൾ നിന്റെ മുറപ്പെണ്ണും കൂടിയാണ്. ഇത് കേട്ടപ്പോൾ മനുവിന് അത്ഭുതവും അതുപോലെ സന്തോഷവും തോന്നി. ബാലചന്ദ്രൻ തുടർന്നു, എനിക്കൊരു കാര്യം ഉറപ്പാണ് മനു, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. നിന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്കെപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. നിനക്കവളെ വിവാഹം കഴിക്കാം. അവളെപ്പോലെ നല്ല സ്വഭാവമുള്ള നല്ല സ്നേഹമുള്ളൊരു കുട്ടിയെ നിനക്കിനി വേറെ കിട്ടില്ല. എന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, അവൾ തങ്കപ്പെട്ട കുട്ടിയാണ്. മനുവിന്റെ മനസ്സിൽ സന്തോഷം അലയടിച്ചു. അലീനയെ ആദ്യം കണ്ടപ്പോൾ തന്നെ അവളോട് തോന്നിയൊരിഷ്ടം, ഒരു മുജ്ജന്മ ബന്ധം പോലെയുള്ള അടുപ്പം ഇപ്പോ അങ്കിളിന്റെ വാക്കുകളിലൂടെ ഒരു സാധ്യതയായി മാറുന്നു. തന്റെ വീട്ടുകാരുടെ, പ്രത്യേകിച്ച് അമ്മയുടെ എതിർപ്പുകൾ ഉണ്ടായേക്കാമെന്ന് മനു ഓർമ്മിപ്പിച്ചുവെങ്കിലും ബാലചന്ദ്രൻ അതിനും ധൈര്യം നൽകി. സ്വത്തും പണവുമല്ല, നല്ല മനസ്സാണ് വലുതെന്ന് ചിന്തിക്കുന്നവനാണ് നീ എന്ന് എനിക്കറിയാം മനു. അതുകൊണ്ട് നീ പേടിക്കണ്ട, ബാലചന്ദ്രൻ ഉറപ്പു നൽകി. വൈജയന്തിയുടെ ഇപ്പോഴത്തെ മനോഭാവത്തെക്കുറിച്ചും അവർ സംസാരിച്ചു. അലീന വന്നതിന് ശേഷം വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ താൻ കാര്യമാക്കുന്നില്ല എന്നും സമാധാനത്തോടെ ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. മനു ഫോൺ വെക്കുമ്പോൾ അവന്റെ മനസ്സ് നിറയെ അലീനയായിരുന്നു. അലീനയോടുള്ള ഇഷ്ടം തന്നെയായിരുന്നു. ഇതേ സമയം വീടിന്റെ മറ്റൊരു കോണിൽ അസ്വാരസ്യങ്ങളുടെ വിത്തുകൾ പാകപ്പെടുകയായിരുന്നു. വൈജയന്തിയും മക്കളായ രോഹിത്തും ബബിതയും ചേർന്ന് അലീനക്കെതിരെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. രോഹിത് അമ്മയോട് കയർത്തു, അമ്മേ, ഇനിയും നമ്മളിങ്ങനെ നോക്കി നിൽക്കരുത്. ഇന്ന് വൈകുന്നേരം കൃഷ്ണ അലീന ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മൾ അത് തടയണം. ബബിതയും അതിനെ പിന്തുണച്ചു. അമ്മ ശക്തമായി പ്രതികരിക്കണം. നമ്മൾ കൂടെയുണ്ട്. മക്കൾ അമ്മക്ക് ധൈര്യം പകർന്നു നൽകി. വൈജയന്തി മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുമായി തലയാട്ടി. അലീനയോടുള്ള പകയും അസൂയയും ആ വീട്ടിന്റെ അന്തരീക്ഷം കലുഷിതമാക്കിയിരുന്നു. വൈകുന്നേരം പതിവ് പോലെ അലീന എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരം സ്നേഹത്തോടെ പാകം ചെയ്തു ഡൈനിങ് ടേബിൾ കൊണ്ടുപോയി വെച്ചു. എന്നാൽ വൈജയന്തി വാശി പിടിച്ച് തനിക്കും മക്കൾക്കും വേറെ ഭക്ഷണം തന്നെ ഉണ്ടാക്കി. ഭക്ഷണം കഴിക്കാനായി എല്ലാവരും വന്നിരുന്നു. രോഹിത്തും വൈജയന്തിയും ബബിതയും കൃഷ്ണമോളും. കൃഷ്ണമോൾക്ക് അലീനയോട് വലിയ സ്നേഹമായിരുന്നു. അവൾ അലീന ഉണ്ടാക്കിയ കറികളെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ടതോടുകൂടി തന്നെ രോഹിത്തിന് ദേഷ്യം വന്നു. കൃഷ്ണെ, നിന്നോട് ഉച്ചക്ക് തന്നെ പറഞ്ഞതല്ലേ അതെടുത്ത് കഴിക്കരുതെന്ന് അവൻ ഒച്ച വെച്ച് അവളോട് ദേഷ്യപ്പെട്ടു. പക്ഷേ കൃഷ്ണമോള് വിട്ടുകൊടുത്തില്ല. എനിക്ക് ചേച്ചി ഉണ്ടാക്കിയ കറികളാണ് ഇഷ്ടം. അമ്മ ഉണ്ടാക്കിയതൊന്നും എനിക്ക് വേണ്ട. രോഹിത് ഏട്ടന് ഇഷ്ടമുള്ളത് ഏട്ടൻ കഴിച്ചോ. എന്റെ കാര്യത്തിലേതായാലും ഏട്ടൻ ഇടപെടാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോള് തിരിച്ചടിച്ചു.
അവളുടെ മറുപടി രോഹിത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നീ അത്രക്ക് അഹങ്കാരിയാണോടി എന്നും ചോദിച്ച് ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൻ കൃഷ്ണമോള് കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റ് അങ്ങ് തട്ടിത്തെറിപ്പിച്ചു. പാത്രവും ഭക്ഷണവും താഴെ വീണ് ചിതറിയിരുന്നു. പാത്രം വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. നിലത്താകെ ചിതറിക്കിടക്കുന്ന ചോറും കറികളും. ഭയന്നു നിൽക്കുന്ന കൃഷ്ണയും ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന രോഹിത്തും. ബാലചന്ദ്രന് അത് കണ്ടപ്പോഴേ കാര്യം പിടികിട്ടി. കൃഷ്ണമോള് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അച്ഛനോട് പറഞ്ഞു. പിന്നീട് കണ്ടത് ബാലചന്ദ്രന്റെ മറ്റൊരു മുഖമായിരുന്നു. സ്നേഹമുള്ള അച്ഛനിൽ നിന്ന് അനീതിക്കെതിരെ പ്രതികരിക്കുന്ന കുടുംബനാഥനിലേക്കുള്ള മാറ്റം. അദ്ദേഹം രോഹിത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ഒട്ടും ആലോചിക്കാതെ അവന്റെ കരണം നോക്കി ഒരൊറ്റയടിയങ്ങ് കൊടുത്തു. ആ അടിയിൽ രോഹിത്ത് മാത്രമല്ല, വൈജയന്തിയും ബബിതയും എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചു പോയി. എടാ അഹങ്കാരി, നീ ആരാണെന്നാ നിന്റെ വിചാരം? ഭക്ഷണം തട്ടിത്തെറിപ്പിക്കാൻ മാത്രം നീ വളർന്നോടാ? ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ചതാണ്. ഇതിന്റെ വിലയൊന്നും നിനക്കറിയില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ തെരുവിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ നീ കണ്ടിട്ടുണ്ടോടാ? എല്ലും കഷ്ണങ്ങൾക്കിടയിൽ കുത്തിയിരുന്ന് തിന്നുന്ന നിനക്കൊന്നും വിശപ്പിന്റെ വിലയറിയില്ല. ബാലചന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ആര് എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. നിനക്ക് നിന്റെ തള്ള ഉണ്ടാക്കുന്നത് മതിയെങ്കിൽ നീ അത് കഴിച്ചോ. പക്ഷേ മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ കൈക്കടത്താൻ നിനക്കൊരു അവകാശവുമില്ല. ഇനി മേലാൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ വീട്ടിൽ ആവർത്തിക്കരുത്. ഇത് എന്റെ അവസാനത്തെ താക്കീതാണ്. ഇനിയും അഹങ്കാരം കാണിച്ച നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇവിടെ നിന്നും ഇറക്കി വിടും. ഓർത്തോ, ഇത് ബാലചന്ദ്രന്റെ വീടാണ്. ഇവിടെ എന്റെ തീരുമാനങ്ങളാണ് നടത്തുക. ബാലചന്ദ്രന്റെ രൗദ്രഭാവം കണ്ട് രോഹിത്ത് ഭയന്ന് വിറച്ചു നിന്നു. വൈജയന്തിക്ക് ഒന്നും തന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല. ബാലചന്ദ്രൻ ദേഷ്യത്തോടെ തന്നെ മുകളിലേക്ക് കയറിപ്പോയി. ഭക്ഷണം കഴിക്കാനാവാതെ എല്ലാവരും ആകെ ചിതറി. ബാലചന്ദ്രൻ പോയതിനു പിന്നാലെ കിട്ടിയ അവസരം മുതലെടുത്ത് വൈജയന്തി അലീനയുടെ നേരെ തിരിഞ്ഞു. ഇപ്പോ നിനക്ക് സമാധാനായല്ലോ. സ്വർഗം പോലെ ഇരുന്ന എന്റെ വീട് നീ അങ്ങ് നശിപ്പിച്ചു. നീ കാല് കുത്തിയ സമയം തൊട്ട് തുടങ്ങിയതാണ് ഈ വീടിന്റെ ശനിദശ. വൈജയന്തി അപ്പോഴും അലീനയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. എന്നാൽ ഇത്തവണ അലീന മൗനം പാലിച്ചില്ല. അവൾ വൈജയന്തിയുടെ കണ്ണിലേക്ക് നോക്കി ധീരമായി തന്നെ മറുപടി നൽകി. മാഡം, എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് സ്വന്തം മക്കൾ ചെയ്യുന്നത് എന്താണെന്ന് ചിന്തിക്കണം. കൃഷ്ണമോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവൾ കഴിക്കട്ടെ എന്ന് വെക്കാമായിരുന്നില്ലേ? അതിനെന്തിനാണ് മാഡവും മകനും ചേർന്ന് തടസ്സം നിൽക്കുന്നത്? ഭക്ഷണം തട്ടിത്തെറിപ്പിച്ച് എത്ര വലിയ തെറ്റാണ്. മാഡത്തിന് അതിന്റെ വില അറിയില്ലായിരിക്കാം. പക്ഷേ ബാലചന്ദ്രൻ സാറിന് അതെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണ് സാർ ഇവിടെ പ്രതികരിച്ചത്. അല്ലാതെ ഇതൊന്നും എന്റെ കുറ്റം കൊണ്ടല്ല. അലീനയുടെ വാക്കുകൾക്ക് മുൻപിലൊന്നും പിടിച്ചു നീക്കാൻ വൈജയന്തിക്ക് കഴിഞ്ഞില്ല. എടി, നീ കൂടുതൽ സംസാരിക്കണ്ട, നിന്നെ ഞാൻ എടുത്തോളാമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വൈജയന്തി പിൻവാങ്ങി. എന്നാൽ അലീനയുടെ മുഖത്ത് മറിച്ച് സത്യം കൂടെയുണ്ടെന്ന ബോധ്യം നൽകിയ ധൈര്യമായിരുന്നു. ബാലചന്ദ്രൻ എന്ന അച്ഛൻ തന്റെ കൂടെയുള്ളിടത്തോളം കാലം ഏത് പ്രതിസന്ധിയെയും നേരിടാൻ അവൾക്ക് കഴിയുമെന്ന് അലീന ഉറച്ചു വിശ്വസിച്ചു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ബാലചന്ദ്രൻ എന്ന അച്ഛന്റെ കരുതലും വൈജയന്തിയുടെയും മക്കളുടെയും പകയും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ ശക്തമാവുമെന്ന് ഈ ഒരു സംഭവത്തോടെ കണ്ടറിയാം. അഹങ്കാരത്തിന്റെ കോട്ടകൾ തകർത്ത് സ്നേഹത്തിന്റെ പുതിയൊരു ലോകം തന്നെ അവിടെ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നു. ഇനി വരാൻ പോകുന്ന അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡുകളൊക്കെ ഞാൻ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.